എന്താ കുഞ്ഞാപ്പോ ദുഃഖിച്ചിരിക്കണേ? ആ ഒന്നും പറയണ്ട. ബിബി മണീന് രാവിലെ എന്നിട്ട് ഓൻ എന്നോട് പറഞ്ഞ സൈക്കിള് ചവിട്ടുന്ന് പറഞ്ഞിട്ട് ഇന്നലെ അല്ലേ പോയിരുന്നു ബിബിനെ കാണണം, ലൈസൻസ് വാങ്ങണം ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് ഓൻ എന്നോട് പറഞ്ഞ് ആദ്യം സൈക്കിൾ ചവിട്ടുക എന്നിട്ട് ഒരു സൈക്കിളിന് പിടിച്ചു. എന്നിട്ട് ഓൻ എന്നോട് ചവിട്ടുക പറഞ്ഞു. ഞാന് ചവിട്ടി കേട്ടാണ് വീണ് കടിച്ചുമ്പോ നല്ല വാങ്ങിച്ച്. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇജ്ജി പിടിച്ച കാരണമാണ് ഞാൻ വീണത് പറഞ്ഞിട്ട് ഓനോട് പറഞ്ഞു ഇജ്ജി ഇനി മാറി നാളെ പറഞ്ഞു. അതിന് ഓൻ എന്നോട് ചീത്ത പറഞ്ഞു, പഠിക്കാണ്ട് മുന്നേ ധിക്കാരം പറഞ്ഞു. എന്നിട്ട് ഓൻ എന്നോട് പറയാന് ഓനക്ക് ദേഷ്യം പിടിച്ച്. എന്നിട്ട് ഓൻ പിന്നെ ഇങ്ങനെ പിടിച്ചത് കൊറേ ചവിട്ടി എനിക്ക് തീരെ ശരിയാവുന്നില്ല. അങ്ങനെ ഓൻ പറഞ്ഞു ഞാൻ വൈകുന്നേരം വരാറിഞ്ഞു. അപ്പൊ ഞാന് വൈകുന്നേരം വരാന്നുണ്ട്. ഞാൻ എന്നോട് പറയാനേ ഞാൻ ഇമ്മൂടി കല്യാണത്തിന് പോയി. ഓനോട് പറഞ്ഞില്ല. ഓനെ പറ്റിച്ച് ഞാൻ ഉച്ചക്ക് കല്യാണത്തിന് പോകുമ്പോ ഓനെ വീടിന്റെ അവിടെ കണ്ട്. അപ്പൊ ഓൻ ചോദിച്ചു കൊടുക്കട കുഞ്ഞാപ്പ് പറഞ്ഞു. ഞാൻ പറയാം കല്യാണത്തിന് പോയി നിന്നോട് പറയാന്ന് ചോദിച്ചു. ഞാൻ പറയും ഇന്നോട് തന്നെ കല്യാണം പറഞ്ഞിട്ടില്ല എന്നോട് എങ്ങനെ പറയാ ചോദിച്ചു. അപ്പൊ പറയാം അതല്ലടാ എനിക്ക് പോണ കൂട്ടം എന്താ പറയാഞ്ഞീ. അപ്പൊ ഞാൻ പറയും എന്നോട് പറഞ്ഞാലടക്കം എന്നോട് കല്യാണം പറയാൻ പറ്റുള്ളൂ പറയാതെ പോണത്. ഞാനേ പറയാൻ പോണ ഓ അതല്ലേ പറഞ്ഞത്രേ. ഞാൻ കല്യാണത്തിന് പോണ കൂട്ടം ഓനോട് പറഞ്ഞില്ല. ഓ വൈകുന്നേരം വരാൻ കാത്തുക്കത്രേ പിന്നെ സൈക്കോട്ട് പഠിപ്പിക്കാൻ. ഞാൻ പറഞ്ഞേ ആദ്യം പള്ള ചോറ് എത്തി വെച്ചാ സൈക്കോട്ട് നാളും പഠിപ്പിക്കാറുണ്ട്. അതിന് ഓന് ദേഷ്യം പിടിച്ചിരുന്നു. ഓൻ ഇന്ന് ഞായറാഴ്ച ദിവസം എനിക്ക് എന്താണ് യൂട്യൂബ് ചാനൽ എടുക്കാണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. അവന്റെ സൈക്കോട്രിൽ പഠിപ്പിക്കാണ്ട് നിന്നാറിന്. എന്നിട്ട് പറഞ്ഞു കുഞ്ഞാപ്പോ ഇനി ഞാൻ ഇപ്പോഴൊന്നും വല്ലാറിഞ്ഞു കാര്യമൊന്നും വേണ്ടടാ. ഓൻ നല്ല പിച്ചിക്കണ് ഇവിടെ പിച്ചിക്കണ്. ലൈസൻസ് എനിക്ക് തരാറിഞ്ഞല്ലേ 2 ദിവസം കഴിഞ്ഞ് ലൈസൻസ് ഇട്ടാ മതി. ഓന് ഒറ്റ പിച്ച് നല്ലപോലെ ചവിട്ടടാറിഞ്ഞു. അങ്ങനെ പോരാ ഞാനും ഉമ്മയും കൂടി കല്യാണത്തിന് പോയി. കല്യാണത്തിന് മണ്ഡപത്തിലായിരുന്നു. കല്യാണത്തിന് പോയപ്പോ അമ്മായിന്റെ മക്കളും മുത്തമ്മാന്റെ മക്കളും എലിമാന്റെ മക്കളും ഒക്കെ ഇമ്മാന്റെ അടുത്തേക്ക് വന്നു. എല്ലാരും ചിലര് മൂത്തമ്മ, ചിലര് അമ്മായിയെ, ചിലര് എലീമാന്ന് വിളിച്ചിട്ട് എല്ലാരും ഇമ്മാനാണ്ട് വെട്ടി പിടിച്ച് എത്ര ആയി നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ എങ്ങനെയെന്നറിഞ്ഞു. അപ്പൊ ഞാനാണ്ട് പോയി ചോറ് കഴിക്കാന്. എന്നോട് പറയാ എന്നിട്ട് ഒക്കെപ്പാടി വർത്താനം പറഞ്ഞു നിന്ന്. പിന്നെ ഞാൻ വന്നേക്കുമ്പോ ഒരു മനുഷ്യനും ഉമ്മാന്റെ അടുത്തില്ല. ഒക്കെ അവിടെ പറഞ്ഞിരുന്ന് വർത്താനം പറയുന്നു. ആവോ ഒക്കെപ്പാടി വർത്താനം ഉമ്മാനെ പൊതിഞ്ഞ ആൾക്കാരൊന്നും പിന്നെ കാണാനില്ല. ഉമ്മ ഉണ്ട് ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഉമ്മ എന്നോട് പറയുന്നത് ഒക്കെ വന്നിട്ടാണ് കൊത്തി പിടിച്ച് വെക്കാണ്ട് പോയി. പിന്നെ ഒന്നും എന്റെ അടുത്ത് ഇരുന്നില്ല. പിന്നെ ഓരൊക്കെ പാടും ഇങ്ങനെ അങ്ങനെ സംസാരിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ആരായ പെണ്ണിനത്ര മൊത്തമൊക്കെ എലീമൊക്കെ ഇടയിന്ന് ആയ കാലത്ത് എന്റെ മാനിട്ട് എല്ലാം ഉണ്ടാക്കിക്കുന്നു. പാവല്ല എന്റെ മാനെ ഇങ്ങനെ പറയാൻ പാടുണ്ട. അപ്പൊ മറ്റേ അമ്മായിന് പോണത്ര ശരി തന്നെയായിരുന്നു. ഇപ്പൊ പറ്റിയൊക്കെ ഒതുങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ഉമ്മ നോക്കിയത്ര ഉമ്മ കെട്ടിലാച്ചിട്ട്. അപ്പൊ അറിയത്ര അമ്മായിയേ ഒരാള് മൂത്തമ്മ ഞങ്ങൾ ഇവിടെ ഉണ്ടിട്ടാ ചോറ് ചൊല്ലിട്ടാ പോയിട്ട്. എന്നിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ പാടും ചോറ് വെക്കാണ്ട് പോയി. മാനെ വിളിച്ചില്ല. എന്നിട്ട് മാനെ എന്നോട് പറയുമ്പോ ഞാൻ വിളിക്കുമ്പോണ്ട് ഉമ്മ ഇരിക്കണ കുഞ്ഞാപ്പ് പോയിട്ട് ചോറ് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ചോറ് വെച്ചിട്ട് ഉമ്മക്ക് ചോറ് വെക്കാൻ. ഉമ്മ പറഞ്ഞു എടാ ഞാനാ പെണ്ണുങ്ങൾ വരൂ വിചാരിച്ചു ചോദിച്ചങ്ങളൊന്നും വന്നില്ല. അങ്ങനെ ഉമ്മാനോട് പറഞ്ഞു നിങ്ങളോട് പോയി. ഞാനും മീൻ കൂടി പോയിട്ട് ഞാനും മീൻ കൂടി ഉമ്മാനപ്പം ചോറ് വെച്ചു. ഇനി ഒരു ഇമാർക്ക് ഒരു സങ്കടാവൂലേ ഉമ്മാനപ്പം ചോറ് കഴിച്ചിട്ട്. അപ്പൊ ഒരു ചങ്ങായി വന്നിട്ട് എന്നോടോ നിങ്ങളല്ല അവിടുന്ന് ചോറ് വെച്ച് ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവിടുന്ന് ആണുങ്ങളപ്പം ചോറ് വെച്ച് ഇപ്പൊ അവിടെ പെണ്ണുങ്ങളപ്പം ചോറ് വെച്ചോട്ടെ നിങ്ങൾക്ക് വല്ല നഷ്ടം ഉണ്ടോ ചോദിച്ചു. അപ്പൊ ചെങ്ങായി തിന്നോളി പറഞ്ഞു. അങ്ങനെ തിന്നോളി ഞങ്ങൾ തിന്ന്. എന്നോട് പറയാ എന്നിട്ട് വരാതെ എടുത്ത് എല്ലാരും കൂടി ഇന്നാ എളിമാ മുത്തമ്മ അമ്മായിയെ പിന്നെ കാണാന്ന് പറഞ്ഞു. മുത്തമ്മാനി മക്കൾ എലിമാനി മക്കൾ അമ്മായിന്റെ മക്കൾ കേൾക്കാറല്ലേ. അമ്മ അത് ഒക്കെ കാണാന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പെണ്ണുണ്ട് ഇങ്ങനെ എന്താ ഇതെടുക്കുന്നു. അപ്പൊ അമ്മാര് കായ് കൊടുക്കാനോ ചില്ലറ പൈസ എന്നിട്ട് ഇക്കാറില്ല വിലയിരുത്തുന്നത് ഏതാണെന്നാണോ. എന്നിട്ട് പറഞ്ഞു അല്ല ചില്ലാറ ഒന്നുമില്ല അമ്മായിക്ക് തരാന് ചില്ലാറ ഒന്നുമില്ല എന്താ ചെയ്യാ ഇനി വരുമ്പോ തരണ്ട് കൊടുത്തില്ല. ഇപ്പൊ മുഴുങ്ങാൻ വിചാരിച്ചു എല്ലാം മുഴുങ്ങാൻ കിട്ടല്ലോ. വളവത്തിയോളെന്ന് അറിയാം. അതിപ്പോ ഉമ്മ ആ പഴയ കൈയൊക്കെ ഇങ്ങനെ നോക്കല്ലേ. ഉമ്മായിന്റെ മോളാത്ര വകയാല് വള്ളിയിലൊക്കെ ആൾക്കാർക്ക് അറിയാമല്ലോ. എന്നിട്ട് അത് പോയി. എന്നിട്ട് പറഞ്ഞു കുഞ്ഞാപ്പനും കൂട്ടി ഒരു ദിവസമൊക്കെ വരിട്ടാന്ന് പറഞ്ഞു.
ഉമ്മ അവിടെ തല വലിച്ച് കിടക്കണ് കല്യാണ പനി സീനം കൊണ്ടേ നിന്റെ സൗണ്ട് കേട്ടോ വരുമോ കാണുന്നു വരില്ല ഉറങ്ങിക്കണ് അപ്പൊ എന്നോട് ഈ വെറുക്കൊക്കെ നിർത്താക്കാൻ പറഞ്ഞാണെങ്കിൽ അതിന്റെ മുഖത്തേക്ക് നോക്കാനെന്നെ ജാതി മടി അതൊക്കെ എടുത്താക്കണ്ട കച്ചൊക്കെ വേണിക്കൂലിച്ചിരിക്കും ഞാൻ ഉമ്മ അത് എന്നെ എടുത്തൊക്കെ ഏൽപ്പിച്ചല്ലേ ആ മഴ ഒന്നും ചെയ്യാൻ അവിടെ കിടന്നോട്ടെ ഞാൻ എടുത്തോ നാളെ എടുത്താക്ക ഇന്ന് എടുത്താക്ക ചിരിക്കും ഇനിയിപ്പോ ഞാൻ പോട്ടെ ഞാൻ എടുക്കണില്ല എന്തിനാ വന്നത് ഇനി ഞാൻ അവിടെ നോക്കി പോയിച്ചങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്റെ അടുത്ത് വന്നാണ് എന്നാ പോയിക്കടാ ഞാൻ കുറച്ചും കൂടി ഇരുന്നിട്ടേ ഞാൻ ഒത്തുക്ക് പോവാണ് എന്നാ ഞാൻ പോട്ടെന്നാ ആ